ഹാമാനോട് തൻ്റെ സ്നേഹിതരും തൻ്റെ ഭാര്യയും പറയുന്നൊരു പദമുണ്ട്. നീ മൊർദെഖായിയുടെ മുന്നിൽ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ. ആമേൻ. പിശാച് നമ്മുടെ മുൻപിൽ വീഴുവാൻ തുടങ്ങി. ഇന്ന് വാ തുറന്ന് പറയാൻ പറ്റുമോ? പിശാച് എൻ്റെ മുന്നിൽ വീഴുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന നിന്റെ മുന്നിൽ, ഞാൻ അങ്ങനെ കുറച്ചുകൂടെ ഇറങ്ങി പറയാം, പ്രാർത്ഥിക്കുന്ന നിന്റെ മുന്നിൽ പിശാച് വീഴുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നിനക്കെതിരെ പ്ലാനുകളും രേഖകളുമൊക്കെ ഒരുക്കി നിന്നെ തീർത്ത് കളയുവാൻ പ്ലാൻ ചെയ്ത പിശാചിന്റെ പത്തി തമ്പുരാൻ മടക്കി ഒടിച്ച് നിന്റെ കൺമുൻപിൽ തെളിയിക്കുന്ന ഒരു സീസൺ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കുകയാ. പിശാച് നിനക്കെതിരെ എഴുതിയ പ്ലാൻ എന്തായിരുന്നറിയാമോ? ഹല്ലേലൂയ. നാളെ നിന്നെ കഴുകുമരത്തിനകത്ത് തൂക്കണം, നിന്റെ തല ഇല്ലാതെയാക്കണം. അങ്ങനെ പിശാച് പ്ലാനുകളും രേഖകളും എഴുതുമ്പോൾ ഒറ്റ രാത്രിയിൽ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി ചരിത്രത്തെ തിരിച്ചതുപോലെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവെങ്കിൽ പിശാച് നിനക്കെതിരെ എഴുതിയ രേഖകളെ എൻ്റെ ദൈവം തിരുത്താൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ മുന്നിൽ പിശാച് വീഴാൻ തുടങ്ങി? ഇതുവരെ പിശാചിന്റെ പ്ലാൻ എന്താണെന്ന് അറിയാമോ? നിന്നെ വീഴ്ത്തണമെന്ന്, നിന്റെ നന്മകളെ തകർക്കണമെന്ന്, നിനക്കെതിരെ പ്ലാനുകൾ ഒരുക്കണം, നിന്നെ രോഗിയാക്കണം, നിന്നെ മാനസികമായി തകർത്ത് കളയണം, നിന്നെ ശാരീരികമായി ദണ്ഡിപ്പിക്കണം, നിന്റെ കുടുംബ ജീവിതത്തെ ഇല്ലാതെയാക്കണം, നിന്റെ തലമുറയുടെ വാക്തത്വത്തെ നീ കാണാതെ അതിനകത്തേക്ക് നിന്റെ തലമുറയെ കാലെടുത്ത് വെപ്പിക്കാതെ ഹല്ലേലൂയ നിന്നെ ഇല്ലാതെയാക്കണം. ഇതാ പിശാച് നിനക്കെതിരെ എഴുതിയ രേഖ. പക്ഷെ സ്വർഗം പറഞ്ഞു ഇല്ല, അതിനകത്ത് പിശാചിന്റെ തല വീഴുന്ന ഒരു സമയമുണ്ട്. നിനക്കെതിരെ ഹല്ലേലൂയ ഹാമാൻ പദ്ധതി ഒരുക്കുമ്പോൾ ഹാമാന്യ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് മൊർദെഖായി ദേശത്ത് മാന്യനായതുപോലെ താൻ ദേശത്തുകൂടെ തല ഉയർത്തി നടന്നതുപോലെ ഹാമാന്റെ ചിന്ത എന്തായിരുന്നു? ഈ ദേശത്തുകൂടെ മൊർദെഖായിയെ പരിഹസിക്കണം. ഹല്ലേലൂയ. പക്ഷേ സ്വർഗം തീരുമാനിച്ചു, ഇല്ല, ഈ ദേശത്തുകൂടെ മൊർദെഖായിയുടെ തലയെ ഞാൻ ഉയർത്തിക്കൊണ്ട് നടക്കും. ഈ പട്ടണത്തിനകത്തുകൂടെ മൊർദെഖായിയുടെ തലയെ ഹല്ലേലൂയ ഞാൻ ഉയർത്തിക്കൊണ്ട് നടക്കും. ഏത് പട്ടണത്തിനകത്ത് നിന്നെ തീർക്കണമെന്ന് പിശാച് പ്ലാൻ ഇട്ടോ, ഏത് ദേശത്ത് നിന്നെ തീർത്ത് കളയണമെന്ന് പിശാച് രേഖ എഴുതിയോ, ആ പട്ടണത്തിനകത്ത് വാഗ്ദത്തമുള്ള നീ തല ഉയർത്തി നടക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. പിശാച് നിനക്കെതിരെ ഒരുക്കിയ രേഖകൾക്ക് മുകളിലൂടെ ഹല്ലേലൂയ, കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പിശാച് ഒരുക്കിയ രേഖകളെ ചവിട്ടിക്കളഞ്ഞിട്ട് അതിന്റെ മുകളിലൂടെ നിയോഗമുള്ള നീ നടക്കാൻ തുടങ്ങുകയാ. നിന്നെ നോക്കിയിരുന്നവരെന്താ ചിന്തിച്ചത്? ഹല്ലേലൂയ. പ്രഭാതത്തിൽ വരുന്ന ദിവസങ്ങളിൽ കഴുകുമരത്തിൽ തൂങ്ങി ആടുന്ന മൊർദെഖായിയുടെ തല കാണാനാ ഹാമാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? നിന്നെ പിശാച് തകർക്കാൻ ശ്രമിച്ച മണ്ണില്, നിന്നെ പിശാച് തോൽപ്പിക്കാൻ ശ്രമിച്ച മണ്ണില്, നിന്നെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ച മണ്ണില്, നിന്റെ ശുശ്രൂഷ തീർക്കുമെന്ന് പ്ലാനിട്ട മണ്ണിൽ, അതേ മണ്ണിനകത്ത് നീ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഒന്ന് വിശ്വാസി കാണാൻ പറ്റുമോ? നിന്റെ ശുശ്രൂഷ തീരുമെന്ന് പറഞ്ഞ് നിന്നെ ഒരു ദേശത്തിനകത്ത് നിർത്താതെ നീ ആയിരിക്കുന്ന പ്രദേശത്ത് ആയിരിക്കുന്ന മണ്ണിനകത്ത് നിന്നെ തീർക്കുവാൻ പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? ആ ദേശത്ത് നീ എഴുന്നേറ്റ് നിൽക്കുന്നത്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. ആരൊക്കെ ചേർന്ന് നിന്റെ ശുശ്രൂഷ കളയാൻ നോക്കിയാലോ, ആരൊക്കെ ചേർന്ന് നിന്റെ വാഗ്ദത്തത്തെ തീർത്തെന്ന് പറഞ്ഞാലോ, സ്വർഗം പറയും ഇല്ല, വാഗ്ദത്തത്തിനകത്ത്
ഒറ്റയ്ക്ക് ഞാൻ അവനെ കാലെടുത്ത് വെപ്പിക്കും. കാരണം പിശാച് അവന്റെ മുന്നിൽ വീഴാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന നിന്റെ മുന്നിൽ, ആരാധിക്കുന്ന നിന്റെ മുന്നിൽ, ദൈവമുഖം അന്വേഷിക്കുന്ന നിന്റെ മുന്നിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്ന ദൈവ പൈതലിന്റെ മുന്നിൽ പിശാച് വീഴുന്ന സീസൺ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങോട്ട് വായ തുറന്ന് പറ, എന്റെ മുന്നിൽ പിശാച് വീഴാൻ തുടങ്ങുകയാ. ചില സാമാന്യ മണ്ഡലങ്ങൾ, ചില സാമാന്യ ശക്തികൾ ഉടയാൻ തുടങ്ങുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വിശ്വസിച്ച് തുടങ്ങുക. ചിലത് എന്റെ മുന്നിൽ തകരാൻ തുടങ്ങുകയാ. അതിന്റെ മുകളിൽ കൂടെ ജയാളിയായിട്ട്, അതിന്റെ മുകളിൽ കൂടെ ജയിച്ചവനായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങുകയാ. ദേശത്ത് എന്റെ തല ഉയരാൻ തുടങ്ങുകയാ. എന്റെ തല ഉയരത്തില്ലെന്ന് പിശാച് എഴുതിയ പ്ലാനിന്റെ മുകളില് ചവിട്ടി നിന്നുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങുക, യഹോവ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തെന്ന്.